നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൺചട്ടിയിൽ വാഴയിലയിൽ പൊതിഞ്ഞാണ് ഞാനിത് പൊള്ളിച്ചെടുത്തത്. അപ്പം അതിനായി അല്പം വലിയ കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കത്രികക്ക് വാലും ഇതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ട് ചെത്തിയാണ് ഇതിൻ്റെ ചെതമ്പൽ കളഞ്ഞെടുത്തത്. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഒരുപാട് കല്ലിൽ ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ഏതെങ്കിലും ഭാഗം ക്ലീനായി ഇല്ലയെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കല്ലിലൊന്ന് ഉരച്ചെടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം. ഇതുപോലെ അപ്പോൾ രണ്ടെണ്ണം വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണം പൊള്ളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കരിമീനിലൊന്ന് പുരട്ടി വയ്ക്കാം. 2 കരിമീൻ ആവശ്യമായ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഒരെണ്ണം മാത്രം നമ്മൾ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ചേർക്കുന്നില്ല. മസാലയിൽ ഇത് ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഒരു കരിമീൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു പുറം 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടിട്ട് മറുപുറം അത്രയും സമയം തന്നെ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് മൊരിഞ്ഞൊന്നും പോവില്ല. മീഡിയം ഫ്ലെയിമിലാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പുറവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം നേരം മൊരിച്ചെടുക്കാതെ കാരണം മുളകൊന്നും കരിഞ്ഞിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ അധികം ഒട്ടും തന്നെ കരിഞ്ഞ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേന്. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ മാത്രം ഉള്ള വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രം ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും. അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉള്ളിയും സവാളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒരുപാട് വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കഷ്ണം സവാളയും കൂടി എടുത്തത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 10-15 ഉള്ളി, ചുവന്നുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തത്. ചുവന്നുള്ളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് വാടുന്നത് വരെ ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പം പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ട എരിവ് അനുസരിച്ച് 1-2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെരുംജീരകം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. 3/4 കപ്പ് തേങ്ങ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ ഏതാണ്ട് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതുള്ളത്. അത് നമുക്ക് ഒഴിച്ചിട്ട് നമ്മൾ അത് ഒഴിക്കുമ്പം തന്നെ ഇതെല്ലാം ഡ്രൈ ആയിട്ട് വരും. ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് കുറുകിയപ്പം തന്നെ വരും. ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കിത് തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് നേരിട്ടൊന്നും ഒട്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ മാക്സിമം 1 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാല വേണം നമുക്ക് പരത്തിയിട്ട് പൊള്ളിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വാഴയില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് മടക്കിയെടുക്കുമ്പം അല്ലെങ്കിൽ തന്നെ കീറിയിരിക്കുന്നുണ്ട്. ഇനി മടക്കുമ്പോൾ ഒന്നും കൂടെ കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പം ചെറിയൊരു പീസ് വാഴയിലയും കൂടി നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല നമ്മുടെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു പീസ് വാഴയില വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കീറിയിരിക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ മസാലയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ വാഴയിലയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കരിമീനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി പകുതി മസാലയും കൂടി കരിമീനിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മസാലയൊക്കെ എല്ലാം നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലയുടെ സൈഡിലുള്ള നാരൊന്ന് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ നാര് വെച്ചൊന്ന് കെട്ടി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ രണ്ടറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഈ രണ്ടറ്റത്തു നിന്നും മടക്കി വയ്ക്കാം. ഇനി വാഴയില നാര് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി, നമ്മൾ പാലാടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ചട്ടിയിലാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇത് കെട്ടിവെച്ച കരിമീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ്, നമ്മൾ വെച്ചേക്കുന്ന സൈഡ് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 ഇല മാത്രമേ ഉള്ളൂ. ഇപ്പുറം ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ കുറേ ഇല ഫോൾഡ് ചെയ്ത് വെച്ചേക്കണ കാരണം, കുറേ ലെയർ ഇല ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ടൈം വേവിക്കേണ്ടി വരും. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാനിതൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചിട്ടിട്ട് ഒരു 7 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മൺചട്ടി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാനോ എടുത്താൽ മതിയാകും. അപ്പം കുക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ, അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ വീണ്ടും മറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, കരിമീൻ്റെ മുള്ള് വല്ലാണ്ട് ഷാർപ്പാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ വല്ലാണ്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ ഒരു ബന്ധു ഇതുപോലെ കരിമീൻ കഴിച്ചിട്ട് മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് 1.5 ലക്ഷം രൂപ എറണാകുളത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചിലവാക്കിയതിന് ശേഷമാണ് അവർ രക്ഷപ്പെടുത്തിയെടുത്തത്. അതൊരു വീട്ടമ്മയായിരുന്നു. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ശ്രദ്ധിച്ചിട്ട് വേണം ഏതൊരു മീനും കഴിക്കാൻ, പ്രത്യേകിച്ചും കരിമീൻ. അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്